വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 32-ാം തിരുവചനം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. യേശുവിനെ പറ്റി, ജനിക്കാനിരിക്കുന്ന ശിശുവിനെ പറ്റി മറിയത്തോട് ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്നത്. 1, ജനിക്കാനിരിക്കുന്ന ശിശു വലിയവനായിരിക്കും. സ്നാപക യോഹന്നാൻ്റെ ജനന സമയത്തും ഇതുതന്നെയാണ് പറഞ്ഞത്, വലിയവനായിരിക്കും. പക്ഷേ സ്നാപക യോഹന്നാൻ മനുഷ്യരിൽ വലിയവനായിരിക്കും. കാരണം അവനെപ്പറ്റി പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, മനുഷ്യ മക്കളിൽ സ്നാപക യോഹന്നാൻ വലിയവനാണ്. എന്നാൽ യേശു എപ്രകാരം വലിയവനായിരിക്കും? അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന നിലയ്ക്ക് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നുവെങ്കിലും അത് സ്വാഭാവിക ക്രമപ്രകാരമുള്ള ഒരു ജനനമല്ല യേശുവിന്. എന്നാൽ അവൻ വലിയവനായിരിക്കും. കാരണം ജ്ഞാനസ്നാന സമയത്തും രൂപാന്തരീകരണ സമയത്തും സ്വർഗം അവനെ വിളിക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ആരാണ് വിളിക്കുന്നത്? പിതാവായ ദൈവം. ജ്ഞാനസ്നാന സമയത്തും രൂപാന്തരീകരണ സമയത്തും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മാലാഖ പറഞ്ഞത് അപ്രകാരം സംഭവിക്കുന്നതായി നമുക്ക് കാണാം. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതിന് മുൻപ് അവൻ അങ്ങനെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും അവൻ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് പിതാവായ ദൈവം അവൻ്റെ ജ്ഞാനസ്നാന സമയത്തും രൂപാന്തരീകരണ സമയത്തും വിളിക്കുമ്പോൾ മാത്രമാണ് അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തപ്പെടുന്നത്. അവൻ എപ്രകാരം ആയിരുന്നുവോ അപ്രകാരം വെളിപ്പെടുത്തപ്പെടുന്നത് അവനെ വിളിക്കുമ്പോഴാണ്. പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദാവീദിൻ്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ മറിയവും ജോസഫും ജനിക്കുന്നത് ദാവീദിൻ്റെ വംശാവലിയിൽ നിന്നാണ്. അപ്പോൾ അവൻ ജനിക്കുന്നത് അവൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ളതാണത്. തീർച്ചയായും ഇത് ദാവീദ് രാജാവ് ഭരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ രാജകീയ സിംഹാസനമല്ല. ആ സിംഹാസനത്തിൽ ഇന്നിരിക്കുന്നത് വിജാതീയനായ ഹെറോദ് രാജാവാണ്. ഹെറോദേസിനെ മാറ്റിയിട്ട് ആ രാജ്യം അവൻ പിടിക്കുമെന്നല്ല ഇതിനർത്ഥം. അവൻ ജനിക്കാനിരിക്കുന്നത് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ ദാവീദ് ജനിച്ച അതേ ഗണത്തിൽ, ദാവീദിൻ്റെ വംശാവലിയിൽ അവൻ ജനിക്കും എന്നുള്ളതാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.